ഫ്രം അടിമാലി ജസ്പൈഡ് ഇൻ്റർനാഷണൽ SBDM. നമ്മളിവിടെ ഇന്ന് എത്തിയിട്ടുള്ളത് ജസ്പൈഡ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഈ നിലവിൽ ഇപ്പോൾ റൺ ചെയ്യുന്ന വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ സന്ദർശിക്കുവാനും അതിന് കൃത്യമായി പഠനം നടത്തുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു യാത്ര തിരിച്ചിട്ടുള്ളത്. ആ യാത്ര അതിമനോഹരമായി എൻജോയ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നിവിടെ വയനാടിൻ്റെ സ്വർഗീയ ഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ലോകം മുഴുവൻ കൈയൊഴിഞ്ഞപ്പോഴും വയനാടിനെ ചേർത്ത് നിർത്തിയ ജസ്പൈഡ് ഇൻ്റർനാഷണൽ കമ്പനി അതിൻ്റെ 27 വർഷത്തെ ബിസിനസ് പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയതായി മാർക്കറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് പഠിച്ച് എന്താണ് മാർക്കറ്റിലേക്ക് കൊടുക്കേണ്ടതെന്ന് അതിതീവ്രമായി സ്റ്റഡി ചെയ്ത് ഏറ്റെടുത്തിട്ടുള്ള പ്രൊജക്റ്റുകളാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ജസ്പൈഡിൻ്റെ റിയൽ എസ്റ്റേറ്റ്, ടൂറിസം, ടെക്നോളജി, അഗ്രികൾച്ചർ ഈ നാലും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊജക്റ്റ് കേരളത്തിൽ കൊണ്ടുവന്ന് അത് ഗവൺമെൻറ് തലത്തിലും മറ്റിടങ്ങളിലുമെല്ലാം ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് വളരെ ശക്തമായി 2 വർഷമായിട്ട് മുന്നേറുകയാണ്. നിങ്ങളിപ്പോൾ കയറി വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ ജസ്പൈഡ് കമ്പനി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സാധ്യത കൂടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ അത് കിട്ടാനില്ലാത്ത രീതിയിലേക്ക് മാറിയപ്പോൾ അത്രമാത്രം സാധ്യതയിലേക്ക് പോയ ചന്ദനത്തിൻ്റെ കൃഷിയാണ് നിങ്ങളിവിടെ കണ്ടിട്ടുള്ളത്. ഇത് ഹൈ സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് 365 ദിവസവും ലേബേഴ്സിനെ വച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് കമ്പനി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കമ്പനിയുടെ പ്ലാന്റേഷൻ, സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്ലാന്റേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കയറി വന്നിട്ടുള്ളത്. ഇത് ലോകത്ത് തന്നെ ഗ്രൂപ്പ് ഫാമിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ആദ്യമേ ജസ്പൈഡ് തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ കയറി വന്നപ്പോൾ ഏകദേശം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ചന്ദനത്തിൻ്റെ വളർച്ച 30-40 വർഷങ്ങളാണ് നമ്മളുടെ അറിവിലുള്ളത്. തന്നെയല്ല, നമ്മളുടെ ചന്ദനത്തിൻ്റെ മദർലാൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ മറയൂരാണ് മദർലാൻഡ് എന്ന് പറയുന്നത്. ഈ മദർലാൻഡിൽ നിന്നും ഇതിനെ സീഡ് കളക്ട് ചെയ്തുകൊണ്ട് കൃത്യമായ പരിപാലനത്തിലൂടെ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ ഇവിടെ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഏകദേശം 2 വർഷത്തോളമാകുകയാണ് നമ്മുടെ ഈ പ്ലാന്റേഷൻ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ കഴിയും, ഏകദേശം 7 അടി, 8 അടി, 10 അടി ആയിട്ടുള്ള സാൻഡൽ ട്രീകൾ ഇവിടെ കാണാൻ കഴിയും. 17 മുതൽ 21 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള മരങ്ങളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് ഇവിടെ നമ്മൾ വയനാടിനെ ചൂസ് ചെയ്യാൻ കാരണം ഇതൊരു 2.5 വർഷക്കാലം ഈ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് ആൻഡ് സയൻസ് ടെക്നോളജിയുമായിട്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് പഠനം നടത്തി ഈ ചന്ദനത്തിൻ്റെ സാധ്യത, ഇതിൻ്റെ ഏറ്റവും പെട്ടെന്ന് ഗ്രോത്ത് എവിടെ ഉണ്ടാകുമെന്ന് പഠിച്ചപ്പോഴാണ് അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ലഭ്യമാകുന്നത് വയനാടിൻ്റെ മണ്ണിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. തന്നെയല്ല, പ്രകൃതി പ്രശ്നങ്ങൾ ഏറ്റവും കുറഞ്ഞ ഒരു സ്ഥലം എന്നുള്ളത് വയനാടാണ്. അത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സൈറ്റിൽ കയറി നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്കറിയാൻ കഴിയും. അതുപോലെ തന്നെ ചന്ദനത്തെക്കുറിച്ച്, അതിൻ്റെ ഏറ്റവും സാധ്യതയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും.